ഈ ജീവനക്കാരെ സംരക്ഷിച്ചപ്പോൾ കേരള സർക്കാർ സേവിച്ച ജീവനക്കാരെ, സിവിൽ സർവീസിൽ നിന്നും റിട്ടയർഡായ ജീവനക്കാരെ ഭിക്ഷയെടുക്കൽ സമരത്തിലേക്ക് സർക്കാരും ഇവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങളും നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 60 വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്, അതല്ലെങ്കിൽ അവർ സമൂഹത്തിൽ അവർ എന്താണ് അവർ തിന്മ ചെയ്തത് എന്ന് പോലും പറയാതെ അവരുടെ പെൻഷൻ നിഷേധിച്ചു, DCRG നിഷേധിച്ചു, വെറും PFRDയുടെ പേര് പറഞ്ഞാണ്. PFRD എന്ന് പറയുന്നത് ജസ്റ്റിസ് ചന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് അത് സർക്കാർ ഒരു ഓർഡിനൻസിലൂടെ നടപ്പാക്കുകയാണ്. PFRD വീണ്ടും സർക്കാരിൻ്റെ ഒരു ഓർഡിനൻസിലൂടെ അത് പിൻവലിക്കാൻ പറ്റും. പിന്നെ നമ്മളെ ജീവനക്കാരെ ഇവരെന്തിനാണ് ഇത്രയും വിഷമിപ്പിക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. നമ്മൾ തന്നെ വ്യത്യസ്തമായ സമരങ്ങൾ എറണാകുളം ജില്ലയിൽ മേനകയിൽ, അതുപോലെ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ, സെക്രട്ടേറിയറ്റിൽ, പാലക്കാട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ, ഇന്നിപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ സിവിൽ സ്റ്റേഷന് മുമ്പിൽ നിരന്തരമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരങ്ങളെല്ലാം നമ്മൾ പട്ടിണിയാണ് എന്നുള്ള ഓരോ സർക്കാരിനെ അറിയിക്കാൻ വേണ്ടി, ഇവിടുത്തെ സംഘടനാ നേതാക്കളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നടക്കുന്നത്. അല്ലാതെ ഈ സമരം കൊണ്ട് നമുക്ക് യാതൊരു നേട്ടങ്ങളുമില്ല. നമുക്കിത് പിൻവലിച്ചേ പറ്റൂ. കാരണം നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തിരുവോണനാളിൽ NPA സമരം ചെയ്തു. ലില്ലിക്കുട്ടി മാഡത്തിനെ അവിടുത്തെ NGO സഹാക്കൾ എന്ന് പറയാൻ പറ്റത്തില്ല, അവിടുത്തെ വനിതാ സഹാക്കൾ അവരെ പിടിച്ച് വരട്ടി. വൈകുന്നേരമായപ്പോഴത്തേക്ക് അവർ ഒരു വശം തളർന്നു. 2 ദിവസം IC കിടന്ന് 3-ാമത്തെ ദിവസം അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അവർ NPS റിട്ടയർഡായവരാണ്. അവർക്ക് സ്വന്തമായിട്ട് കിടക്കാനൊരു വീട് പോലുമില്ല. അതുപോലെ അവർ DCRG 17 ലക്ഷം രൂപയാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 17 ലക്ഷം രൂപയും സർക്കാർ നിഷേധിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. കാരണം നമ്മളോട് വളരെ സ്നേഹത്തിൽ നാളെ ഓണമാണ് എന്നെല്ലാം പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി നമുക്കെല്ലാവർക്കും കൈ തന്ന് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മളെല്ലാവരും പല വഴിക്കായിട്ട് പിരിഞ്ഞു. ഞാൻ കൊല്ലത്തേക്കും പോയി, അദ്ദേഹം എറണാകുളത്തേക്കും പോയി. പക്ഷേ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് അറിയുന്നത് അവർക്കിതുപോലെ അസുഖങ്ങൾ വന്നു. അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ പല ജീവനക്കാരും ഈ ലോകത്തോട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ സർക്കാരിന് എന്നാണ് ഈ മഹാമാരിയായ NPS പിൻവലിച്ചിട്ട് സ്റ്റാറ്റ്യൂട്ടി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന് സർക്കാരിന് തന്നെ ഉറപ്പില്ല. ധനമന്ത്രിയോട് ചോദിച്ചാൽ ധനമന്ത്രിക്ക് ഉറപ്പില്ല. നമ്മൾ കൊടുക്കുന്ന പരാതികളെല്ലാം ഇന്ന ഓഫീസർക്ക് അയച്ചു കൊടുക്കുന്നതെല്ലാം അവരെല്ലാം നില്ലെഴുതി വരിക. ഏത് ഓഫീസർക്ക് പോയി ചോദിച്ചാലും നമുക്കതിന് കിട്ടാൻ സാധ്യത. കാരണം ഒരു പരാതി നമ്മൾ മുഖ്യമന്ത്രിക്കോ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ മറുപടി തരണ്ടേ. മറുപടി തരുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഏത് ഓഫീസർക്ക് അയച്ചു കൊടുക്കുന്നത് അതിന് നില്ല് എന്നാണ്. 3 ഇടത്തേക്ക്